ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്ലോഡ് ചെയ്യുന്ന ദിവസമല്ല, ഇന്ന് ആക്ച്വലി എൻ്റെ ബർത്ത്ഡേ ആണ്. ആൻഡ് ടുഡേ ഐ ആം ഹിയർ അറ്റ് കോയമ്പത്തൂർ ഇഷ യോഗ സെൻറ്റർ. സോ ഇവിടെ ഞാൻ ഇന്നലെ എത്തി. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് ഇവിടെ നിന്നിട്ട് ഇന്ന് രാത്രി തിരിച്ചു പോകാനാണ് എൻ്റെ പ്ലാൻ. സോ ഇന്നലെ ഞാൻ വ്ളോഗൊന്നും ചെയ്തില്ല. കുറച്ച് ക്ലിപ്സ് ഞാൻ ഫോണിലെടുത്തു. വ്ളോഗിങ് വാസ് നോട്ട് പാർട്ട് ഓഫ് മൈ പ്ലാൻ. പക്ഷേ ഐ തോട്ട് എന്തായാലും വ്ളോഗ് ഗെയിംസ് ആണ്, ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പോൾ പിന്നെ നോക്കുമ്പോൾ എനിക്ക് കാണാമല്ലോ. പക്ഷേ ദ പ്രോബ്ലം ഹിയർ ഈസ് നമുക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. ആൻഡ് ഇവിടെ ഫോൺ അധികം അലൗഡ് അല്ല. ഓൾസോ ലൗഡായിട്ട് സംസാരിച്ചുകൂടാ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ബട്ട് സ്റ്റിൽ ഐ ഗോട്ട് എ ചാൻസ് ടു ഷൂട്ട് ഹിയർ ആൻഡ് ദർ. കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി. സോ ത്രൂ ഔട്ട് ദ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും കാണിക്കാൻ പോകുന്നത്. ആൻഡ് ഇന്നലെ ഞാൻ ഫുൾ ആശ്രമത്തിലായിരുന്നു, ലൈക്ക് ഈ ഒരു യോഗ സെൻറ്ററിലായിരുന്നു ഫുൾ ഞാൻ സ്പെൻഡ് ചെയ്തത്. 3-4 മെഡിറ്റേഷൻ സെഷനും യോഗ സെഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. ദാറ്റ് വാസ് ദ ഹോൾ പ്ലാൻ ടു കം ഹിയർ, മെഡിറ്റേഷൻ ആൻഡ് യോഗ സെഷൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആദിയോഗിയുടെ അവിടെ, ഇന്നലെ ആദിയോഗിയുടെ മ്യൂസിക് കാണാൻ മാത്രം, മ്യൂസിക് 3D ഇവൻ്റ് ഉണ്ടല്ലോ, അത് കാണാനേ ഞാൻ പോയുള്ളൂ. പക്ഷെ അവിടെ വേറെയും കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഐ എം ഗോയിങ് ദെയർ ആൻഡ് ഐ വിൽ ഷോ യു അറൗണ്ട്. ട്രിവാൻഡ്രം ടു കോയമ്പത്തൂർ ഞാൻ ബസ്സാണ് എടുത്തത് ഗാന്ധിപുരയിലേക്ക്. ഫ്രം ഗാന്ധിപുര 1 hour ഉണ്ട് ഇഷ യോഗ സെൻറ്ററിൽ പോകാൻ. റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും സെയിം ദൂരം ആണെന്ന് തോന്നുന്നു. പക്ഷേ ഐ തിങ്ക് ബസ് ഈസ് മോർ കൺവീനിയൻറ്റ്. കാരണം ബസ് സ്റ്റോപ്പിൽ നിന്ന് എപ്പോഴും ബസ് ഉണ്ട്, അല്ലെങ്കിൽ യു കെൻ ടേക്ക് എൻ ഊബർ. ഞാൻ റൂം എടുത്തത് ഇഷ കോട്ടേജ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് റൂം എടുക്കാൻ പറ്റും. അവൈലബിൾ ഡേറ്റ്സ് നോക്കാൻ പറ്റും. ബ്രഹ്മപുത്രയിലാണ് ഞാൻ നിന്നത്. ഒരു കോട്ടേജസ് ആണ്, സിംഗിൾ റൂംസ് ഇല്ലായിരുന്നു. 2 ബെഡാണ് ഒരു റൂമിൽ വരിക. പിന്നെ അതിൻ്റെ റേറ്റ് ഡിഫറൻസ് വരിക എന്ന് വെച്ചാൽ, കോട്ടേജിൽ നിന്ന് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റേറ്റ് വരിക. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അധികം ഫോൺ യൂസ് ചെയ്തുകൂടാ, ലൗഡായിട്ട് സംസാരിച്ചുകൂടാ, മോഡസ്റ്റ് ഔട്ട്ഫിറ്റ്സ് മാത്രമേ ഇടാവുള്ളൂ. ഫസ്റ്റ് ഡേ ഞാൻ യോഗ സെൻറ്ററിൻ്റെ അകത്താണ് സ്പെൻഡ് ചെയ്തത്. യോഗ സെൻറ്ററിൻ്റെ അകത്ത് മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട്, ഇഷ ലൈഫ് ഉണ്ട്, വേർ യു ക്യാൻ ഷോപ്പ്. അതല്ലാതെ ലിംഗഭൈരവി, 2 പോൺസ് ഉണ്ട്, ഫോർ ലേഡീസ് ചന്ദ്രകുണ്ട് ആൻഡ് ഫോർ ജെൻസ് സൂര്യകുണ്ട്. എനിക്ക് ധ്യാനലിംഗം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടോളായിട്ടുള്ളൊരു ശിവലിംഗമാണ്. അതിൻ്റെ അകത്ത് ഓബ്വിയസ്ലി ക്യാമറ അലൗഡ് അല്ല. ഭയങ്കര സൈലൻസ് ആണ്. അകത്ത് കയറി നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. ആക്ച്വലി വെറുതെ മിണ്ടാണ്ടിരുന്നാലും എന്തോ ഒരു വൈബാണ്. അതിൻ്റെ അകത്ത് വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ തോന്നും. ആൻഡ് ഓൾസോ അവിടെ ഒരു 5:30 ആയപ്പോഴത്തേക്കും ഒരു പൂജ ഉണ്ടായിരുന്നു, സൗണ്ട് തെറാപ്പി പോലത്തെ ഒരു പൂജയായിരുന്നു. അവിടെ പോയി ഇരിക്കുമ്പോൾ ഒരു 15 to 20 minutes ആണ് ഈ പൂജ. അത് ഡെഫിനറ്റായിട്ടും അറ്റൻഡ് ചെയ്യുക. ഭയങ്കര രസമായിട്ടുള്ളൊരു സ്പേസാണ്. 4 റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്തുള്ളത്. അതിൽ ഒരെണ്ണം ഫ്രീ ആണ്. അവിടെ സാത്വിക് ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ. ടൈമിംഗ് അനുസരിച്ച് പോയാലായിരിക്കും ഫുഡ് കിട്ടുക. ഈ ഒരു ബിൽഡിങ്ങിൽ നിന്ന് പുറത്ത് വന്ന് റോഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് ആദിയോഗി സെൻറ്ററിലേക്ക് പോകാൻ പറ്റുക. അവിടെ നിന്ന് ബുൾക്കാട്ടും അതേപോലെ ബഗ്ഗിയൊക്കെ ഉണ്ട്. ഞാൻ ബുൾക്കാട്ടിൽ ആദ്യമായിട്ടായിരുന്നു കയറുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആദിയോഗ സ്റ്റാച്യു മാത്രമേ അന്നത്തെ ദിവസം ഞാൻ കണ്ടുള്ളൂ. വൈകിട്ട് 7 മണിക്ക് ഷോ തുടങ്ങും. അപ്പോൾ ഒരു 6-6:30 ആയപ്പോഴത്തേക്കും ഞാൻ സെൻറ്ററിലേക്ക് പോയി. എൻ്റെ പ്ലാൻ വാസ് ഫസ്റ്റ് ഡേ ആശ്രമത്തിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തിട്ട് സെക്കൻഡ് ഡേ ആദിയോഗി സെൻറ്ററിൽ പോയി അവിടെ കാര്യങ്ങളെല്ലാം കാണാമെന്ന്. കാരണം ഇഷ യോഗ സെൻറ്ററിൻ്റെ അകത്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ഉള്ളത്. റൂം എടുക്കാതെയും ഡയറക്റ്റായിട്ട് ആദിയോഗി സ്റ്റാച്യു കാണാൻ പോവാം. 4 മണി വരെ തൊട്ട് അടുത്ത് വരെ പോകാൻ പറ്റുള്ളൂ. ഞാൻ 6:30 പോയതുകൊണ്ട് ഫസ്റ്റ് ഡേ എനിക്ക് അകത്ത് പോകാൻ പറ്റിയില്ല. ബാരിക്കേഡ് ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു ഷോ കാണാൻ വേണ്ടിയിട്ട്. കറക്റ്റ് 7:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റൊക്കെ ഡിമ്മായി, ഇരുട്ടായി, അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്തു. 15,000 years ago, a being appeared, created and the uncreated. A part of himself and ഓൾമോസ്റ്റ് ഒരു അവർക്ക് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പരിപാടി തീരും. അത് കഴിഞ്ഞ് ഞാൻ ഓടി നേരെ ഭിക്ഷ ഹാളിൽ പോയി. കാരണം അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിലൊന്നും ജീപ്പേ എടുക്കത്തില്ല. എൻ്റെ കയ്യിൽ ക്യാഷ് ആയിട്ടും ഇല്ലായിരുന്നു. അപ്പോൾ ഭിക്ഷ ഹാളിൽ ഒരു 8:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. പിന്നെ എനിക്ക് ഫുഡ് കിട്ടത്തില്ല. അങ്ങനെ അത് കഴിച്ച് കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീണ്ടും ഞാൻ ഭിക്ഷ ഹാളിൽ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് നന്ദിക്ക് ഫുഡും കൊടുത്ത്, ലൈക്ക് കൗസിനെ ഫീഡ് ചെയ്തിട്ട് അടുത്ത പരിപാടിക്ക് പോകാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. സ്വാത്തിക് ഫുഡാണ്. ഭയങ്കര ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവിടെ നടക്കാനൊക്കെ പോയി. നമുക്ക് വേണമെങ്കിൽ സൈക്കിളോ സ്കൂട്ടറൊക്കെ റെൻറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പക്ഷേ അതൊന്നും റെൻറ്റ് ചെയ്തിട്ടുണ്ടായില്ല. യോഗ സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഗോശാല. അപ്പോൾ ഗോശാലയിൽ നിന്ന് നമുക്ക് 100 രൂപ കൊടുത്താൽ, അതും ക്യാഷായിട്ട് തന്നെ വേണം. അതുകൊണ്ടാണ് ലാസ്റ്റ് എനിക്ക് പോകാൻ പറ്റാത്തത്. അപ്പോൾ 100 രൂപ കയ്യിൽ കൊടുത്താൽ ഇതുപോലെ 3 ലഡ്ഡു കിട്ടും. ഇത് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും.
എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എനിക്ക് കടിക്കുമോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ അവർ ഭയങ്കര പാവമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ ഫുഡൊക്കെ കൊടുത്ത് അവരെ കുറേ നേരം കളിപ്പിച്ചു. ഞാൻ 2 ദിവസം യോഗ സെൻറ്ററിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കി. തിരിച്ച് വന്നപ്പോഴും കളിയാക്കി, നിനക്ക് സമാധാനം കിട്ടിയോ, പീസ് കിട്ടിയോ എന്നൊക്കെ. ആക്ച്വലി അവിടെ പോയി നോക്കുമ്പോൾ മനസ്സിലാവും ഭയങ്കര പീസ്ഫുള്ളാണ്. ഫോൺ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബോറടിക്കത്തില്ല. സമാധാനമായിട്ട് കുറേ ദൂരം നടക്കാനും മിണ്ടാണ്ടിരിക്കാനും ഒക്കെ പറ്റും. ആൾക്കാരായിട്ട് ഒരുപാട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരു ഏരിയ അല്ല കേട്ടോ ഈഷ യോഗ സെൻറ്റർ. ഞാൻ എന്താ ഭിക്ഷ ഹാളിൽ നിന്ന് ഫുഡും കഴിച്ച് കാറ്റിൽസിനെ ഫീഡും ചെയ്തിട്ട് ഇപ്പം അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തല്ല ആദ്യമൊക്കെ ഉള്ളത്. അപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ഞാൻ വന്നു. ഇവിടെ കാലഭൈരവ ടെമ്പിളിൽ പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. ഭാഗ്യ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കാളവണ്ടി ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു കാളവണ്ടി അങ്ങോട്ട് പോകില്ല. ഭാഗ്യ വന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ഇതുവരെ വന്നില്ല. സോ ഐ ആം വെയിറ്റിംഗ്. ആദിയോഗി സ്റ്റാച്ചു ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ കാലഭൈരവ ടെമ്പിൾ ഉണ്ട്. കാലഭൈരവ ടെമ്പിളും കുറച്ച് അകത്തോട്ടാണ്. ഭയങ്കര വലിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. കുറേ ദൂരം നമ്മൾ ബഗ്ഗിയിലൊക്കെ പോകുമ്പോഴാണ് ആദിയോഗിയുടെ അവിടെ നിന്ന് കാലഭൈരവ ടെമ്പിളിലേക്ക് എത്തുന്നത്. അവിടെയും ഫോൺ അലൗഡ് അല്ല, ലൈക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല. എന്നിട്ട് ബഗ്ഗി തിരിച്ച് 20 മിനിറ്റ്സിൽ വരും ഈ ഒരു സ്റ്റാച്ചുവിലേക്ക് എത്തും. രുദ്രാക്ഷമാണ് ഈ കാണുന്നത്. ഒരുപാട് രുദ്രാക്ഷം ഒരുമിച്ച് കെട്ടിയിട്ട് ആ ഒരു മാല ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. 112 അടി പൊക്കമുണ്ട് ആ ഒരു സ്റ്റാച്ചുവിന്. അതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോഴേ നമ്മളൊരു കടുകുമണി പോലെയുള്ളൂ. കറക്റ്റ് ടൂറിസ്റ്റുകളെ പോലെയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് സെൽഫി ഒക്കെ എടുത്ത് ഫോൺ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ഞാൻ പോയപ്പോൾ. 4 മണിക്ക് മുന്നേ പോവാം. 4 മണിക്ക് ശേഷമാണെങ്കിൽ ഇതുപോലെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഈ സ്റ്റെപ്പിലിരിക്കാനോ ഒന്നും പറ്റത്തില്ല. അവിടുന്ന് ഞാൻ നേരെ കാലഭൈരവ ടെമ്പിളിൽ പോയി. കാലഭൈരവ ടെമ്പിളിൻ്റെ അകത്തൊന്ന് ഷൂട്ട് ചെയ്തുകൂടാ. അവിടുന്ന് ഞാൻ ആദിയോഗിനെ കാണാൻ വീണ്ടും വന്നു. ഇന്നലെ രാത്രി മ്യൂസിക് ഷോ ഒക്കെ ആയിരുന്നു, അപ്പോൾ അത് ഞാൻ കണ്ടു. പക്ഷേ 4 മണിക്ക് ശേഷം ഈ ഒരു ഏരിയയിലേക്ക് അവർ കടത്തിയിട്ടില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തോട്ടൊന്നും കയറ്റി വിടത്തില്ല 4 മണിക്ക് ശേഷം. അപ്പോൾ 4 മണിക്ക് മുന്നേ വരികയാണെങ്കിൽ നമുക്ക് അടുത്തൊക്കെ പോയി കാണാം, പ്രദക്ഷിണമൊക്കെ വയ്ക്കാം, എല്ലാം ഷൂട്ട് ചെയ്യാനും ഒന്നിനും കുഴപ്പമില്ല. 4 മണിക്ക് ശേഷം പക്ഷേ ഇവിടുന്ന് കയറ്റി വിടത്തില്ല. പിന്നെ അവർ പ്രിപ്പയർ ചെയ്യുമായിരിക്കും 7 മണിക്കത്തെ ഷോയ്ക്ക് വേണ്ടിയിട്ട്. സോ ഞാൻ ഇവിടെ കുറച്ച് പേരൊക്കെ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കി. ഇവിടെ കുറേ പേര് വെരി സ്വീറ്റ് ലെഫ്റ്റ് ടു കം വേണ്ട എനിക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നും ഇഷ്ടപ്പെട്ടില്ല. നല്ല കാറ്റുണ്ട്, പക്ഷേ കാറ്റ് കണ്ട് തെറ്റിദ്ധരിക്കരുത്, നല്ല വെയിലുണ്ട്. ഞാൻ ഇന്നലെ തന്നെ ഫുൾ ടാനായി. ഇന്നും കാലൊക്കെ നല്ല പൊള്ളുന്നുണ്ട്, നടക്കുമ്പോഴൊക്കെ നല്ല പൊള്ളുന്നുണ്ട്. പക്ഷേ ബാക്കിൽ കാർമേഘമുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോവാം. എല്ലാവരും മറ്റേ ശിവനെ പോലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന പോലത്തതും തൊഴുതുകൊണ്ടിരിക്കുന്നതൊക്കെ പോലത്തെ ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ കുറച്ച് നേരം ഇവരൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര പീസ്ഫുള്ളായിട്ടോ. ബാക്കിൽ ശിവൻ്റെ പാട്ടൊക്കെ കേൾക്കാം, സദ്ഗുരു തന്നെ പാടിയ പാട്ട് കേൾക്കാം. പിന്നെ അവിടെ ഒരു ശിവലിംഗം പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയൊരു രൂപം കൂടെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് സദ്ഗുരു വന്നിട്ടുണ്ടായിരുന്നു. ദാറ്റ് വാസ് എ വെരി ബിഗ് സർപ്രൈസ്. പുള്ളിനെ കാണുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ കാറിൽ ഇറങ്ങിയിട്ടുണ്ടായില്ല. കാറിൽ ഇങ്ങനെ ആദിയോഗിയുടെ അവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കാറിൽ 2-3 സെക്കൻഡ് ഒന്ന് നിന്നിട്ട് പുള്ളി എടുത്തിട്ട് പോയി. അപ്പോൾ കാറിൽ വെച്ച് ഞാൻ അമ്മയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് വെക്കേറ്റ് ചെയ്യാൻ സമയമാവുകയാണ്. അപ്പോൾ ഞാനിവിടുന്ന് തിരിച്ച് ഇവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കരിക്കിൻ്റെ വെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് തിരിച്ച് റൂമിൽ പോയി ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വെക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ നാളെ രാവിലെ പോയാലും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറ്റും. ഞാൻ നേരെ കോയമ്പത്തൂർ പോവാണ്. ഇവിടുന്ന് കോയമ്പത്തൂർ പോയി അവിടെ 1-2 സ്ഥലമൊക്കെ കണ്ടിട്ട് തിരിച്ച് ബസ്സിൽ കയറും. എനിക്ക് ചെക്കൗട്ട് 4 മണിക്കായിരുന്നു. അപ്പോൾ അത് അനുസരിച്ച് ആ ഒരു ടൈമിംഗ് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ആദിയോഗി സ്റ്റാച്യൂവിൽ പോയത്. അവിടുന്ന് ഞാൻ നേരെ റൂമിൽ പോയി ചെക്കൗട്ട് ടൈം ആയപ്പോൾ. കാണുമ്പോൾ നല്ല കാറ്റും കാർമേഘവും ഒക്കെ ഉള്ളതുപോലെ തോന്നുമെങ്കിലും ഭയങ്കര വെയിലാണ്. ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഫുൾ പൊള്ളുന്നു, ടയേർഡാവുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് വെയിലില്ല എന്ന്, പക്ഷേ രക്ഷയില്ല, ഭയങ്കര വെയിൽ. നല്ല കാറ്റുമുണ്ട്, ചൂടൊന്നും എടുക്കത്തില്ല, പക്ഷേ പൊള്ളുന്നുണ്ട് ചെറുതായിട്ട്, നല്ല ടാനും ആവുന്നുണ്ട്. ഞാൻ തിരിച്ചു പോവാം. ഇവിടെ ഒരു കടയുണ്ട്, അപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും വെള്ളം കൂടെ ഒക്കെ കുടിച്ചിട്ട് താമസിക്കുന്ന സ്ഥലത്തോട്ട്. ഇവിടെയൊക്കെ ആക്ച്വലി ക്യാമറ അലൗഡ് ആയിട്ടുള്ളൂ, അങ്ങോട്ട് പോകുമ്പോൾ ക്യാമറ അലൗഡ് അല്ല. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് 1 hour എടുക്കും കോയമ്പത്തൂർ എത്താൻ. കോയമ്പത്തൂർ നിന്നാണ് എനിക്ക് ബസ് ഉള്ളത്. കോയമ്പത്തൂർ ഒരു വിൻറ്റേജ് കാർ മ്യൂസിയം ഉണ്ട്, GD എന്ന് പറഞ്ഞിട്ട്. അവിടെ 5:30, 6:30 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോയമ്പത്തൂർ പോയിട്ട് ആ ഒരു കാർ മ്യൂസിയം കണ്ട് 1 hour അവിടെ സ്പെൻഡ് ചെയ്ത് ഏതെങ്കിലും കോയമ്പത്തൂർ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ടൈം ആവുന്നു.
ആദിയോഗിയുടെ സ്റ്റാച്ചു ഇരിക്കുന്ന സ്ഥലത്ത് നഴ്സറി ഒക്കെ ഉണ്ട് ഷോപ്പ് ചെയ്യണമെങ്കിൽ. എന്താ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു റൂമിലെത്തി. അപ്പോൾ ഇനി പാക്ക് ചെയ്യണം, ഇറങ്ങണം. ഞാൻ വാങ്ങിയത് സെൻറ്റിൻ്റെ അകത്ത് ഇഷ ലൈഫ് എന്ന് പറഞ്ഞ സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു. ചെക്കൗട്ട് ചെയ്യാൻ ടൈമായി. 4 മണിക്കാണ് ചെക്കൗട്ട്. 4 മണി വരെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ദിവസത്തെ ചാർജും കൂടെ ആവും. അപ്പോൾ ഞാൻ റൂം കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഇവിടുന്ന് ഞാൻ നേരെ ഓട്ടോ അല്ലെങ്കിൽ ഊബറോ എന്തെങ്കിലും എടുത്തിട്ട് ഐ വിൽ ബി ഗോയിങ് ടു കോയമ്പത്തൂർ സിറ്റി. ഞാൻ ഒരാളേ ഉള്ളൂ, പക്ഷെ ഇവിടെ 2 ബെഡാണ്. ഞാൻ 1000 സംതിങ്ങിൻ്റെ റൂമാണ് എടുത്തത്. ബ്രഹ്മപുത്ര എന്ന റൂമാണ് എടുത്തത്. ഇത് 2 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 800 റുപ്പീസ് തൊട്ട് റൂംസ് ഉണ്ട്. എല്ലാ റൂംസും ഒരുപോലെയാണ്. പക്ഷേ ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി സ്ഥലത്ത് പോകുമല്ലോ, നമ്മുടെ മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെയിൻ ഏരിയാസ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് കുറച്ചും കൂടെ കുറവാണ്. കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. നമുക്ക് നല്ല സെൻറ്ററിൽ തന്നെ റൂംസ് കിട്ടും. നന്ദി വേറെ നെയിംസ് ഉണ്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സോ ഐ ഗോട്ട് ഇറ്റ് ഹിയർ സോ ദാറ്റ് ഇറ്റ്സ് നോട്ട് ടു ഫാർ ആൻഡ് ഇറ്റ്സ് നോട്ട് ടു ക്ലോസ്. സോ ദാറ്റ് മോർ തിങ് കപ്പിളായിട്ടൊന്നും വരാൻ പറ്റില്ല. മാരീഡ് കപ്പിൾസിന് മാത്രം ഒരുമിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ കല്യാണം കഴിക്കാതെ ഒരു ആണിനും പെണ്ണിനും വന്ന് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതിന് നമ്മൾ സെപ്പറേറ്റ് റൂം എടുക്കേണ്ടി വരും. ലൈറ്റായിട്ട് പാക്ക് ചെയ്യാനും അറിയത്തില്ല, ലൈറ്റായിട്ട് ഷോപ്പ് ചെയ്യാനും അറിയത്തില്ല. വന്നപ്പോൾ ഇത്രയും വെയിറ്റ് ഇല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ വന്നപ്പോഴും കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചേച്ചിയുടെ ബാഗാണ്. എനിക്കിത് പൊട്ടുമൊന്നും പേടിയുണ്ട്, പ്രശ്നമില്ല. എന്നാലും ഇതും തൂക്കിക്കൊണ്ട് ഞാൻ കോയമ്പത്തൂർ മൊത്തം നടക്കണമല്ലോ. ഇവിടുന്ന് കുഴപ്പമില്ല, ബഗ്ഗി വരും. പക്ഷേ സെൻറ്ററിൽ നിന്ന് തന്നെ കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം പിന്നെ രാത്രിയല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. ഓട്ടോയൊക്കെ എടുത്തിട്ട് ഞാൻ കോയമ്പത്തൂരിലോട്ട് പോയി. ഒരു വിൻറ്റേജ് മ്യൂസിയം ഇല്ലേ, അവിടെ പോകണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ 5:30 വരെ അവർ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ, 6:30 വരെ ഓപ്പൺ ആണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ വന്ന് കുറച്ച് സ്വീറ്റ്സ് ഷോപ്പ് ചെയ്തു. എന്നിട്ട് വേറെ എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് ബ്രൂക്ക്ഫീൽഡ് മോളിൽ പോയി. എൻ്റെ പ്ലാൻ വാസ് കാർ മ്യൂസിയത്തിൽ 1 hour സ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും സമയമാവുന്നതാണ്. പിന്നെ ഞാൻ ഐക്കയിലൊക്കെ പോയി കുറച്ച് ഷോപ്പൊക്കെ ചെയ്ത് സ്റ്റാർബക്സിൽ ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ബസ് കയറി 6:30 ഞാൻ ഉള്ളൂരെത്തിയ ബസ്സിൽ. അയ്യോ ഉറക്കം വരുന്നു എനിക്ക് ഭയങ്കരമായിട്ട്. ഉറങ്ങി, പക്ഷെ എന്നാലും ടയർഡായി. ഇപ്പോൾ ഊബർ എടുത്തു, ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നേരെ വീട്ടിൽ പോകാം. വിക്കറ്റ് മൈ ലിപ്സ്. വീട്ടിൽ പോവാം.